നമസ്കാരം. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആവശ്യപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ ചോദ്യം നമ്മൾ പലരോടും ചോദിച്ചാൽ പലരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും പറയുക. ചിലർ പറയും ആരോഗ്യമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, മറ്റു ചിലർ പറയും പണമാണ്, സമ്പത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ചിലർ പറയും എനിക്ക് നല്ല ബന്ധങ്ങളാണ് വേണ്ടത്, ചില ആളുകൾ പറയും മനസ്സമാധാനമാണ്, സന്തോഷമാണ് വലുത് എന്ന്. അങ്ങനെ പലരോടും ചോദിച്ചാൽ പലരും പലതരത്തിലുള്ള ഉത്തരമായിരിക്കും നൽകുന്നുണ്ടാവുക. എന്നാൽ ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയാമോ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന്. നിങ്ങൾ പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന്. ശരിയാണ്, അത് 100% സത്യമാണ്. പണമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലുത്. തർക്കത്തിന് വേണ്ടി പല ന്യായങ്ങളും പറയാമെങ്കിലും അതിലൊന്നും യാതൊരു കാര്യവുമില്ല. പണം തന്നെയാണ് ഏറ്റവും വലുത്. പണമില്ല എങ്കിൽ ആരുമുണ്ടാവില്ല, ഒന്നുമുണ്ടാവില്ല, എവിടെയും ഒരു വിലയും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനധികം പറയുന്നു, സ്വന്തം കുടുംബത്ത് പോലും യാതൊരു വിലയും ലഭിക്കില്ല എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ പണമാണ് എല്ലാ ബന്ധങ്ങളെയും നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ എല്ലാവരും ചുറ്റിനുമുണ്ടാവും. അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയ പണമാണ് എന്നതുപോലും ഒരു വിഷയമാവില്ല എന്നതാണ് വസ്തുത. പണമുള്ളവൻ അവനിപ്പോൾ എത്ര വൃത്തികെട്ടവനായാലും എല്ലാവരും അവൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഉള്ളിൽ പരമ പുച്ഛത്തോടെയും വെറുപ്പോടെയാണെങ്കിൽ പോലും പുറമേ കാണുമ്പോൾ എല്ലാവരും അവൻ്റെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കും. അതാണ് പണത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഒരുവൻ എത്ര നല്ലവനായാലും, ഉള്ളിൽ എത്ര നന്മയുള്ളവനായാലും, എത്ര സ്നേഹമുള്ളവനായാലും, എത്രയൊക്കെ സത്യസന്ധനായാലും, എത്രയൊക്കെ എന്തൊക്കെ കഴിവുകളുള്ളവനായാലും അവൻ്റെ കയ്യിൽ പണമില്ല എങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. എവിടെയും യാതൊരു വിലയും ലഭിക്കില്ല എന്നുള്ളതാണ്. പകരം ഒരാൾക്ക് എത്രത്തോളം നികൃഷ്ടനാകാമോ, മോശക്കാരനാകാമോ, വെറുക്കപ്പെട്ടവനാകാമോ, അത്രയൊക്കെ ആയാലും അവൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവന് എവിടെയും ബഹുമാനം ലഭിക്കും എന്നുള്ളതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ പരമ പുച്ഛത്തോടെയും അറപ്പോടെയും വെറുപ്പോടെയുമാണെങ്കിലും പുറമേ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് പല്ലിളിക്കും. അതൊന്നും അവൻ്റെ വിലയോ അവൻ്റെ നന്മയോ കൊണ്ടല്ല, മറിച്ച് അത് പണത്തിൻ്റെ വിലയാണ്. അവൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ വില, അതാണ് പണത്തിൻ്റെ ശക്തി. എന്നാൽ ആ ശക്തി നിറഞ്ഞ പണമാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും കയ്യിലില്ലാത്തതും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് പണത്തിൻ്റെ അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നതിൻ്റെ ശാസ്ത്രീയ വശത്തെ പറ്റിയാണ്. അതുമല്ലെങ്കിൽ ധനസമ്പാദനം എന്ന കലയെ പറ്റിയാണ്. നിങ്ങൾ ദരിദ്രനായി ജനിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ കുറ്റമല്ല. എന്നാൽ നിങ്ങൾ മരിക്കുന്നത് ദരിദ്രനായിട്ടാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ് എന്ന് പറഞ്ഞത് ഞാനല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികനായ ബിൽ ഗേറ്റ്സ് ആണ്. എന്നാൽ ഇപ്പോൾ ഞാനും അത് തന്നെ പറയുന്നു, അതാണ് ശരി. നമ്മുടെ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും രാവന്ത്യോളം വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നവരാണ്. വിവിധങ്ങളായ ഫാക്ടറികളിൽ, നിർമ്മാണ മേഖലയിൽ, IT കമ്പനികളിൽ, ചെറുകിട കച്ചവടങ്ങളിലൊക്കെയായി അവർ തങ്ങളുടെ ജീവിതം കഷ്ടപ്പെട്ട് തീർക്കുകയാണ്. എന്നാൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവർ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കി സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും മറുപടി. എത്രയൊക്കെ ആയിട്ടും കടബാധ്യതകളും പ്രാരാബ്ദങ്ങളും മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക. എന്നാൽ അതേ സമൂഹത്തിലെ മറ്റു വശത്തേക്ക് നോക്കൂ. വലിയ ശാരീരിക അധ്വാനങ്ങളൊന്നും ചെയ്യാതെ എയർ കണ്ടീഷൻഡ് റൂമിലിരുന്ന് വളരെ കുറച്ച് സമയം മാത്രം ചെലവഴിച്ച് ധനം സമ്പാദിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു കണക്കിൽ പറഞ്ഞാൽ അവരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാം. അവരാണ് ശതകോടീശ്വരന്മാരായി മാറുന്നത്. ശരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം വരുന്നത്? കഠിനാധ്വാനമാണ് വിജയത്തിൻ്റെ രഹസ്യമെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ വിവിധ ഫാക്ടറികളിലും നിർമ്മാണ മേഖലകളിലുമൊക്കെ ജോലിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളും കർഷകരുമായിരിക്കണ്ടേ? പക്ഷേ യാഥാർത്ഥ്യം അതല്ലല്ലോ. ഒരിക്കൽ ഒരു സന്യാസിയോട് തൻ്റെ ശിഷ്യനും ഇതേ ഒരു ചോദ്യം ചോദിച്ചു. ഗുരുദേവ, ഞാൻ കാണുന്ന ബഹുഭൂരിപക്ഷം ആളുകളും കഠിനമായി അധ്വാനിക്കുന്നവരാണ്, എന്നിട്ടും അവരെന്തേ എന്നും കഷ്ടപ്പാടിൽ മാത്രം ജീവിക്കുന്നത് എന്ന്. എന്നിട്ടും എന്തേ അവർ ജീവിതാവസാനം വരെ ദരിദ്രരായി തുടരുന്നത് എന്ന്. എന്നാൽ മറുവശത്ത് ഇതിൻ്റെ പകുതി പോലും അധ്വാനിക്കാതെ മറ്റു ചിലർ ധനികരായി തുടരുന്നു. അപ്പോൾ കഠിനാധ്വാനത്തിന് യാതൊരു വിലയുമില്ല എന്ന്. അപ്പോൾ ആ സന്യാസി വര്യൻ തൊട്ടടുത്ത വഴിയിൽ ഭാരം ചുമന്നു നിൽക്കുന്ന ഒരു കഴുതയെ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, മൃഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് കഴുതയാണ്. വെയിലും മഴയൊന്നും വകവയ്ക്കാതെ അത് രാപകലില്ലാതെ യജമാനു വേണ്ടി ഭാരം ചുമക്കുകയാണ്, അധ്വാനിക്കുകയാണ്. അതിൻ്റെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ കഴുത്തിൽ നുകവും കാലിൽ ചങ്ങലയും മാത്രമായിരിക്കും ബാക്കി. കാരണം കഴുതയ്ക്ക് അധ്വാനിക്കാൻ മാത്രമേ അറിയൂ, ചിന്തിക്കാൻ അറിയില്ല. അതിന് സ്വന്തമായി ഒരു ലക്ഷ്യവുമില്ല. അപ്പോൾ ഓർമ്മിക്കുക, സമ്പത്തെന്നത് വെറും ശരീരത്തിൻ്റെ അധ്വാനം മാത്രമല്ല, അതൊരു ബുദ്ധിയുടെ കളിയാണ്.
ബുദ്ധിയില്ലാത്തവന്റെ അധ്വാനം വെറും പാഴ്വേല മാത്രമാണ്. എന്നാൽ അധാർമികമായ തന്ത്രങ്ങളെയും മറ്റുള്ളവരെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന രീതികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചിന്താഗതികളെയും സാമ്പത്തിക സ്ഥിതിയെയും അടിമുടി മാറ്റാൻ പോകുന്ന ചില സാമ്പത്തിക തന്ത്രങ്ങൾ നമുക്ക് ഇന്നിവിടെ പരിശോധിക്കാം. നിങ്ങൾ വളരെ ശാന്തമായിട്ടിരുന്ന് ഈ വീഡിയോ കേൾക്കുക. കാരണം ഒരുപക്ഷെ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറിയേക്കാം. അതിനിടയിൽ ഒരു ചെറിയ കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നമ്മളുടെ ഈ ചാനലിൻ്റെ ഒരു കൂട്ടായ്മയായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. മൈൻഡ് മാജിക് കമ്മ്യൂണിറ്റി എന്ന ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവാൻ ഗ്രൂപ്പ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകളെല്ലാം ആ ലിങ്കിൽ ടച്ച് ചെയ്ത് ആ ഗ്രൂപ്പിൽ അംഗമാവുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ പറഞ്ഞു വെച്ചത് ആർക്കാണ് ബുദ്ധിയുള്ളത് അവനാണ് കൂടുതൽ ശക്തൻ എന്നതായിരുന്നു. ബുദ്ധിയില്ലാത്തവന് ശക്തി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ശാരീരിക ശേഷിയേക്കാൾ കൂടുതൽ നമ്മളുടെ മാനസിക ശേഷി വികസിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മളുടെ കൈകാലുകൾക്ക് ഒരു ദിവസം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മാത്രം ആശ്രയിച്ച് അധ്വാനിച്ചാൽ നിങ്ങൾ എവിടെയും എത്തിച്ചേരില്ല എന്നർത്ഥം. എന്നാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതികളോ അതിരുകളോ ഇല്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 2 മരം വെട്ടുകാർ ഒരുമിച്ച് മരം മുറിക്കുന്നതിന് വേണ്ടി ഒരു കാട്ടിലേക്ക് പുറപ്പെട്ടു. അതിൽ ഒന്നാമത്തവൻ യാതൊരു വിശ്രമവുമില്ലാതെ കോടാലി കൊണ്ട് ഒരു മരത്തിൽ വെട്ടിക്കൊണ്ടേയിരുന്നു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മരം വീഴുന്നില്ല. പകരം അയാൾ വല്ലാതെ തളർന്നു പോകുന്നു. എന്നാൽ രണ്ടാമത്തെയാൾ വളരെ സാവധാനത്തിൽ ശാന്തനായി ആദ്യത്തെ 1 മണിക്കൂർ തൻ്റെ കോടാലിക്ക് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതിനുശേഷം അയാൾ വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി മരം ഏത് വശത്തേക്കാണ് വീഴ്ത്തേണ്ടതെന്ന് പോലും ആലോചിച്ച് കണ്ടെത്തി കുറഞ്ഞ വെട്ടുകൾ മാത്രം വെട്ടി ആ മരത്തെ വീഴ്ത്തുന്നു. ഇതാണ് ബുദ്ധിപരമായ അധ്വാനം. ആദ്യത്തെയാൾ മൂർച്ചയില്ലാത്ത കോടാലി കൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആ മരത്തിൽ വെട്ടി അയാൾ ക്ഷീണിച്ചു. എന്നാൽ മറ്റേയാൾ വളരെ ബോധത്തോടുകൂടി ബുദ്ധിപൂർവം ആദ്യം കോടാലി മൂർച്ച കൂട്ടി ആ മരത്തിന് വളരെ ചെറിയ വെട്ടുകൾ മാത്രം വെട്ടി ആ മരത്തെ വീഴ്ത്തി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് തൻ്റെ ഓഫീസിലേക്ക് ഓടി തൻ്റെ ബോസ് പറയുന്ന കാര്യങ്ങൾ ഒരു യന്ത്രത്തെ പോലെ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ധനികനാവുകയില്ല എന്നർത്ഥം. പകരം നിങ്ങൾ നിങ്ങളുടെ മേഖലകളിൽ എങ്ങനെ ഒരു വിദഗ്ധനായി തീരാം, എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മൂല്യങ്ങൾ ഈ സമൂഹത്തിന് നൽകാം എന്ന് ചിന്തിക്കണം. എന്ന് വെച്ചാൽ കഴുതയെ പോലെ ഭാരം ചുമക്കുന്നവനല്ല, പകരം ആ ഭാരത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എങ്ങനെ എളുപ്പമാക്കാം എന്ന് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്നർത്ഥം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം, നമ്മൾ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതിന് പകരം പണത്തെ കൊണ്ട് എങ്ങനെ നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യിക്കാം എന്ന് പഠിക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും മനസ്സിലായില്ല അല്ലേ? ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, സംഭരിക്കപ്പെടാത്ത പണം പാത്രത്തിൽ സൂക്ഷിക്കാത്ത വെള്ളം പോലെയാണ് എന്ന്. അത് പെട്ടെന്ന് ഒഴുകിപ്പോകും എന്നുള്ളതാണ്. സാധാരണക്കാരും പണക്കാരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസവും അതുതന്നെയാണ്. സാധാരണക്കാർ പണത്തിന് വേണ്ടി ജീവിതാവസാനം വരെ ഓടുമ്പോൾ ധനവാന്മാർ പണത്തെ അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഒരു ബാങ്ക് അക്കൗണ്ടിലോ ലോക്കറിലോ സൂക്ഷിച്ചാൽ പണപ്പെരുപ്പം കാരണം അതിൻ്റെ മൂല്യം ദിവസേന കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനു പകരം നിങ്ങളുടെ പണം, അതിപ്പോൾ എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് സുരക്ഷിതമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പോലും നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്ത് ആ പണം ഇരട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നർത്ഥം. അതിനായി നല്ലൊരു വിദഗ്ധന്റെ സഹായത്തോടുകൂടി സുരക്ഷിതമായി നല്ല റിട്ടേൺസോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന മേഖലകൾ കണ്ടെത്തണം. ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാവൂ. അബദ്ധത്തിൽ ചെന്ന് ചാടാൻ പാടില്ല എന്ന് മാത്രം. അത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഒരു കാർഷിക വിളയെ പോലെ നിങ്ങളുടെ പണത്തെ വളർത്തിയെടുക്കാൻ നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിക്കുക. ആ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള ആളുകളുടെ സഹായം തേടുക. എന്ന് വെച്ചാൽ പണം വെറും ഒരു പേപ്പറല്ല, അത് വീണ്ടും മുളയ്ക്കുന്ന വിത്താണ് എന്ന് സ്വയം തിരിച്ചറിയുക എന്നർത്ഥം. മൂന്നാമതായി, മറ്റുള്ളവരുടെ കഴിവും സമയവും പ്രയോജനപ്പെടുത്തുക എന്നതാണ്. ഓർമ്മിക്കുക, ഒരു രാജാവും നേരിട്ട് പടക്കളത്തിലിറങ്ങി യുദ്ധം ചെയ്തിട്ടല്ല ഒരു സാമ്രാജ്യവും കെട്ടിപ്പടുത്തത്. പകരം മികച്ച സൈന്യാധിപന്മാരെയും പടയാളികളെയും ജോലിക്കാരെയും ഉപയോഗിച്ചിട്ടായിരുന്നു. ഒരു രാജാവും ഒറ്റയ്ക്ക് പണിയെടുത്തിരുന്നില്ല, മറിച്ച് മറ്റുള്ളവരുടെ കഴിവുകളെ കൃത്യമായി ഏകോപിപ്പിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങിയോ ജീവിതത്തിൽ വളർച്ച ആഗ്രഹിക്കുകയോ ചെയ്യുമ്പോൾ
എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം എന്ന വാശി ഉപേക്ഷിക്കണം. അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരാൾ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ വെറുമൊരു തൊഴിലാളിയായി ഒതുങ്ങിപ്പോകും എന്നുള്ളതാണ്. ബുദ്ധിമാനായ ഒരു മനുഷ്യൻ തങ്ങളെക്കാൾ കഴിവും ബുദ്ധിയും കൂടുതലുള്ളവരെ ശമ്പളം നൽകിയോ കൂടത്തിൽ കൂട്ടിയോ അവരുടെ സമയവും മിടുക്കും തങ്ങളുടെ പ്രയോജനത്തിനായി ഉപയോഗിക്കുന്നു. നാലാമത്തെ കാര്യം, അർഹതയുള്ളവരെ മാത്രം സഹായിക്കുകയും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ദാനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. സാമ്പത്തിക ജീവിതത്തിൽ ദാനധർമ്മത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, അന്ധമായ ദാനധർമ്മം ഒരുത്തിനെ നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അർഹതപ്പെട്ടവർക്ക് അർഹിക്കുന്ന രീതിയിൽ ദാനം ചെയ്താൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് അത് വളരെയേറെ ഗുണം ചെയ്യും. എന്നാൽ അർഹതയില്ലാത്തവർ കൊടുക്കുന്ന ദാനം അവരെ കൂടുതൽ മടിയന്മാരാക്കുകയേ ചെയ്യുകയുള്ളൂ താനും. എന്നാൽ അർഹതയുള്ളവർക്ക് കൊടുക്കുന്ന ദാനം സമൂഹത്തിന് തണലായി മാറും. അഞ്ചാമത്തെ കാര്യം, സാമ്പത്തിക കാര്യങ്ങൾ കൃത്യതയും ഉറപ്പും വരുത്തുക എന്നുള്ളതാണ്. ആചാര്യ ചാണക്യൻ പറയുന്നത്, പണമിടപാടുകളിൽ മടിയോ ലജ്ജയോ വിചാരിക്കുന്നവൻ എപ്പോഴും ദുഃഖിക്കേണ്ടി വരുമെന്നാണ്. നമ്മളിൽ പലരും ബിസിനസ്സിലോ വ്യക്തിജീവിതത്തിലോ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ വളരെ ഉദാസീനത കാണിക്കാറുണ്ട്. അവൻ ചതിക്കില്ല, വിശ്വസ്തനാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായ രേഖകളോ തെളിവുകളോ ഒന്നും വയ്ക്കേണ്ടതില്ല എന്നും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും അപകടം വിളിച്ചു വരുത്തുമെന്നുള്ളതാണ്. വ്യവസായത്തിലും വലിയ പണമിടപാടുകളിലും വ്യക്തമായ രേഖകൾ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് സുരക്ഷിതമായിരിക്കും. പണത്തിൻ്റെ കാര്യത്തിൽ വ്യക്തത പുലർത്തുന്നത് സ്വാർത്ഥതയല്ല, മറിച്ച് പ്രൊഫഷണലിസമാണ്. ആറാമത്തെ കാര്യം, സ്വന്തം കുടുംബത്തിലുള്ളവരെയും അടുത്ത വേണ്ടപ്പെട്ടവരെയും സേഫാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത് നേരെ മറിച്ചാണ്, അല്ലേ? സ്വന്തം കുടുംബത്തിൽ പറഞ്ഞവർ പട്ടിണി കിടന്നാലും ആരും തിരിഞ്ഞു നോക്കില്ല. പകരം പൊങ്ങച്ചം കാണിക്കാനായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാനായി വേറെ ആളുകളെ സഹായിക്കാനിറങ്ങും. എന്നാൽ അത്തരക്കാർ ഒന്നോർമ്മിക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ പണത്തെയാണ് അപമാനിക്കുന്നത്. ആ പണത്തിൻ്റെ മൂല്യമാണ് നഷ്ടപ്പെടുത്തുന്നത്. അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തം കൺമുമ്പിലുള്ളവരുടെ വേദനയും വിഷമങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് വെറുതെ ആളാവാൻ വേണ്ടി മാത്രം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു എന്ന് വെച്ച് അയാളെ പറ്റിയുള്ള ധാരണകളൊക്കെ മാറി പെട്ടെന്ന് അയാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമോ? ഇത് കിട്ടുന്നതിങ്ങ് പോരട്ടെ എന്ന് കരുതി കിട്ടുന്നത് മേടിച്ചെടുക്കുമെങ്കിലും അതിനുശേഷം കാണുമ്പോൾ വെളുക്കെ ചിരിക്കുമെങ്കിലും അങ്ങനെ പഞ്ചാര വാക്കുകളൊക്കെ പറയുമെങ്കിലും ആർക്കെങ്കിലും ആരെയെങ്കിലും കുറിച്ചുള്ള ധാരണ പെട്ടെന്നങ്ങ് മാറുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്തരക്കാർ വെറുതെ വിഡ്ഢിവേഷം കെട്ടി പണത്തിന്റെ മൂല്യം കളയരുത് എന്നുള്ളതാണ്. ഇതൊരു പ്രായോഗികമായ യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, നിങ്ങളും നിങ്ങളുടെ കുടുംബവും സുരക്ഷിതമാകുക, അങ്ങനെ ചുറ്റിലും ഒരു മതിൽക്കെട്ട് തീർക്കുക എന്നുള്ളതാണ്. സമ്പാദ്യശീലം ഉണ്ടാക്കിയെടുക്കുക. ഇൻഷുറൻസുകൾ, സുരക്ഷിതമായ നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് ഒരു സാമ്പത്തിക സുരക്ഷാ കവചമൊരുക്കുക എന്നുള്ളതാണ്. എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു കരുതലുണ്ടായിരിക്കണം എന്നർത്ഥം. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരിക്കലും ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കാൻ പാടില്ല, മറിച്ച് മസ്തിഷ്കം കൊണ്ട് ചിന്തിക്കണം. ആവേശത്തിൽ ഒരു സാമ്പത്തിക തീരുമാനങ്ങളും എടുക്കാതിരിക്കുക. പണത്തെ സ്നേഹിക്കുക, ഒരിക്കലും ഡെഡ് മണി സൂക്ഷിച്ചു വെക്കാതിരിക്കുക. പണത്തെ ചലിക്കാൻ അനുവദിക്കുക. മനസ്സിലാക്കുക, പണം ഒരു എനർജിയാണ്, അതിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുക. അതിപ്പോൾ വളരെ ചെറിയ എമൗണ്ട് ആയാലും എത്ര വലിയ എമൗണ്ട് ആയാലും. അപ്പോൾ പണത്തെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യാൻ എല്ലാ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.